ഹലോ ഗായ്സ്, അച്ചസില വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റിക്കറാണ്. ഞങ്ങളുടെ സ്റ്റിക്കർ നല്ല ക്യൂട്ട് ആയിട്ടുള്ളതാണ്. ചിലത് ദേഷ്യത്തിലുണ്ട്, ചിലത് ക്യൂട്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഞങ്ങൾ സ്റ്റിക്കറിന് സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. സ്കെച്ച് വേണം, ഇറേസർ വേണം, പെൻസിൽ വേണം, കത്രിക വേണം. സ്കെച്ച് വേണം, ഇറേസർ വേണം, പെൻസിൽ വേണം, കത്രിക വേണം, സെല്ലോ ടാപ്പ് വേണം, ബട്ടർ പേപ്പർ വേണം, ബുക്കും വേണം. ബുക്ക് ആവശ്യത്തിനുള്ളത്, ബുക്ക് ഒന്നിനും ആവശ്യമില്ല, പക്ഷെ നമ്മൾ സ്റ്റിക്കർ ചെയ്യാൻ ഇത് വേണം, ബുക്ക് വേണം. പിന്നെ ഞങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് വെട്ടി വെച്ചു, അതാണ് ഇങ്ങനെ. ചിലത് ക്യൂട്ടായിട്ടുണ്ട്, ചിലത് ദേഷ്യ മുഖമാണ്. അത് കുഴപ്പമില്ല, നമുക്ക് ഇനി സ്റ്റിക്കർ ഉണ്ടാക്കാൻ പോവാം. മൂന്ന് സ്റ്റിക്കർ ഇങ്ങനെ വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിന്റെ മേലെ നമ്മൾ സ്റ്റിക്കർ വരച്ച പേപ്പർ 3 എണ്ണം വെക്കണം. കുറച്ച് ഇട വിട്ട് വെക്കുക. നമ്മൾ അതിന് ഒരു പൊട്ട് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ സ്റ്റിക്കർ വെക്കണം. അപ്പം നമ്മൾ വെട്ടിയിട്ട സ്റ്റിക്കർ ബട്ടർ പേപ്പറിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് അകലം വിട്ടിട്ട് വെട്ടിക്കൊടുക്കുക. നമ്മൾ അകലം വലിച്ച് വെട്ടി ഇതാ നല്ലോണം ഇത് ഇട്ടിട്ടുണ്ട്, പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയില്ലേ, ഇപ്പൊ ഒന്ന് നമ്മൾ ആക്കിക്കണു. ഇനി രണ്ടാമത്തെ പിക്ചർ എടുക്കാൻ പോകുന്നതാ. ഒന്നാക്കിക്കണു ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ. ഇനി ഇതാ രണ്ടാമത്തെ പിക്ചറും അകലം വലിച്ച് കെട്ടണം. ഇത് വലിയ കത്രിക കൊണ്ടൊന്നും കയ്യിൽ പറ്റണില്ല. രണ്ടാമത്തെ പിക്ചറും റെഡിയായി. അപ്പോൾ നമ്മൾ 3 പിക്ചറാണ് എടുക്കുന്നത്, അല്ല 2 പിക്ചറാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഈ ബട്ടർ പേപ്പർ മാറ്റി വെച്ചിട്ട് ഈ ബട്ടർ പേപ്പറിൻ്റെ അടിയിൽ വെച്ച ഈ വരച്ച ചിത്രം എടുത്തിട്ട് നമ്മൾ മേലെ ബട്ടർ പേപ്പറിൻ്റെ മേലെ വെക്കുക. രണ്ടാമത്തെ ബട്ടർ പേപ്പർ അതിൻ്റെ അടിയിലത്തെ ചിത്രം എടുത്തിട്ട് മേലെ വെക്കുക. 2 പിക്ചറായി. ഇനി സെല്ലോ ടാപ്പ് എടുക്കുക. നമ്മൾ ഈ സംഭവം പരച്ച് കളഞ്ഞിട്ടുണ്ട്. ഒക്കെ പോയി വെക്കണ്ട്. ഇനി നമ്മൾ ലാപ്ടോപ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഈ തലക്കെ വെച്ചിട്ട് കുറച്ച് അകലം വലിച്ച് വെക്കണം. എങ്ങനെ നൈസിലുള്ള അമർത്താൻ പാടുക. ചിലപ്പോൾ എവിടെയെങ്കിലും ചുളിവ് വെട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാ അതോ കുറച്ചാക്കണേ. നമ്മൾ കത്രികയും കൊണ്ട് പിടിച്ച് വരണം. ഇത് ഫുള്ളായിട്ടില്ല. ഇനി ഇതാണ്ടോ കുറച്ചും കൂടി അകലം പേപ്പർ ഇതാണ്ടോ കുറച്ചും കൂടി ഉണ്ട്. നമ്മൾ ഒന്നും കൂടി ഒട്ടിച്ച് കൊടുക്കണം. ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ വയ്ക്കും ഈ സ്റ്റിക്കർ ഉണ്ടാക്കാൻ. അപ്പം നമ്മൾ രണ്ടാമത്തെ ലെയർ ഒട്ടിക്കുകയാണ് ഇട്ടത്. മേലത്തിലൊന്ന് ജസ്റ്റ്
കൊച്ചിനൊന്ന് ചുളിവ് പറ്റിയിട്ടുണ്ട്. പ്രത്യേകത കണ്ടോ, അങ്ങനെ ഒട്ടിക്കാതെ നോക്കണം. ഒട്ടിക്കുമ്പോൾ തന്നെ നൈസിൽ മെല്ലുള്ള ഒട്ടിക്കാൻ പാടുക. നമ്മളിതാ ഒട്ടിച്ചുകൊണ്ട് ഇനി ഉള്ള നേരത്തെ ചുളിവൊക്കെ നമ്മൾ ഈ ബട്ടർ പേപ്പർ എടുക്കുമ്പോഴാട്ട് പോവുക. അത് പിന്നെ ഉണ്ടാവും ആ ചുളിവ്. നമ്മൾ ആ ഒട്ടിച്ചത് ഇങ്ങനെ എടുക്കണം. നോട്ട് ബുക്കിൽ നിന്ന് പറിച്ചെടുത്തു. ഇതാ 2 കഷ്ണാക്കി മുറിച്ചു. ഇതാ ഒന്ന് ചുളിവ് കുറച്ചൊക്കെ ഉണ്ടാവും, ചിലതിൽ ചുളിവ് പോവില്ല. അത് നല്ല ഷേപ്പാക്കിയിട്ട് ഇനി അടുത്ത് കൊണ്ടുപോയി വെട്ടാൻ പാടില്ല. നൈസായിട്ട് പോലെ അല്ലെങ്കിൽ നമ്മുടെ 2 സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഒട്ടിച്ച് കാണിച്ചു തരാം. ഇതാ ഓക്കെ, നമ്മൾ ബട്ടർ പേപ്പറിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഞാൻ ഇത് ഒട്ടിക്കാൻ പോവാണ്. ഇതാ ഒട്ടിച്ചു. നമ്മളുടെ സ്റ്റിക്കർ ഇതാ സക്സസ് ആയിട്ടുണ്ട്, ഒട്ടുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ 2 എണ്ണം ഉണ്ടാക്കിക്കണം. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് കിട്ടുന്നില്ല കേട്ടോ, കഴിയുമ്പോൾ തന്നെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. തീരെ കിട്ടുന്നില്ല, കണ്ടോ, കിട്ടുന്നേ ഇല്ല. ഇങ്ങനത്തെ സെല്ലോ ടോപ്പ് പ്രത്യേക സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കണം. മറ്റേ ചെറിയ സെല്ലോ ടോപ്പ് ആണെങ്കിൽ കുറച്ച് പാളി പോകും. ഞങ്ങൾ മറ്റേതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മളുടെ സ്റ്റിക്കർ റെഡിയായി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. ബൈ ബൈ ഗായ്സ്. കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. ബൈ ബൈ.